ഹലോ എവരി വൺ. കേട്ടിട്ട് നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് വരുന്ന എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ കേട്ടിട്ട് ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ടോസ് അക്കാഡമി സെറ്റ്, നെറ്റ്, കേടെറ്റ്, HSA, HSST, LPSA, UPSA തുടങ്ങിയ എല്ലാ എലിജിബിലിറ്റി ടെസ്റ്റുകളുടെയും കോച്ചിങ് നൽകുന്ന കേരളത്തിലെ നമ്പർ 1 അക്കാഡമിയായി മാറിയിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ എല്ലാ കോച്ചിങ്ങുകളും ടോസ് അക്കാഡമിയിലൂടെ നിങ്ങൾക്കും അവൈലബിൾ ആണ്. പ്രഗത്ഭരായ നിരവധി അധ്യാപകരോടൊപ്പം നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. റെഗുലർ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് തുടങ്ങിയ മെത്തേഡിലൂടെ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പ് വഴി നിങ്ങളുടെ പഠനം കൂടുതൽ എളുപ്പമാക്കാനായിട്ട് സാധിക്കും. മുൻ വർഷ കേട്ടറ്റ് ബാച്ചുകളിലായി 200-ലധികം കുട്ടികളെ വിജയിപ്പിച്ച ടോസ് അക്കാഡമിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇക്കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൽ പാസ്സായി ആഗ്രഹിച്ച ജോലികളിലേക്ക് പോകുവാനായിട്ട് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെയാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹിച്ച ഫീൽഡിൽ എത്തിച്ചേരാനായിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ച പലരുമാണ് ഇപ്പോൾ ഈ സ്ക്രീനിലുള്ളത്. നിങ്ങളും അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയെ സമീപിക്കാം. മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾക്കും കേട്ടറ്റ് നേടിയെടുക്കാം. ടോസ് അക്കാഡമിയിലെ കേട്ടറ്റ് കോച്ചിങ് കാറ്റഗറി 1, 2, 3 ആൻഡ് 4 ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ വിഷയങ്ങളിൽ നൽകി വരുന്നു. റെക്കോർഡഡ് ക്ലാസ്സുകളും PDF നോട്ട്സ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, റിവിഷൻ എക്സാംസ്, മോഡൽ എക്സാംസ് തുടങ്ങിയ പരിശീലനങ്ങളിലൂടെയാണ് അക്കാഡമിയിലെ കുട്ടികൾ എക്സാമിനായി തയ്യാറാവുന്നത്. പഠിക്കാനുള്ളൊരു മനസ്സും കഠിനമായിട്ടുള്ള പ്രയത്നവും ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാനാവും എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായിട്ടുള്ളൊരു പഠന രീതിയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ യാതൊരു ടെൻഷനുമില്ലാതെ നമുക്ക് എക്സാമിന് പോകുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ കേട്ടറ്റ് പഠനം എവിടെ നിന്ന് തുടങ്ങണം, അതുപോലെ തന്നെ 3 മാസം കൊണ്ട് നമ്മൾ തീർക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഓരോ യൂണിറ്റിലെയും മോഡൽ ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സിലബസിന് പുറത്തുനിന്നും ചോദിച്ചിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഏകദേശം 3 മാസം സമയമാണ് നമുക്ക് മുന്നിൽ ഇനിയുള്ളത്. ഇത്രയും സമയം മതിയാകും കൃത്യമായിട്ടുള്ളൊരു പഠന രീതിയിലൂടെ നമുക്കും കേട്ടറ്റ് നേടിയെടുക്കാൻ. ഇനി കേട്ടറ്റ് ഹിന്ദിയുടെ സിലബസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. കേട്ടറ്റ് കാറ്റഗറി 4ൻ്റെ സിലബസിൽ ഭാഷാ കാ ശിക്ഷൺ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഭാഷാർജൻ പ്രക്രിയ, ഭാഷാ കാ നയാ പരിപ്രേക്ഷ്യ, സൈദ്ധാന്തിക് ആധാർ, സർവഭാഷാ വ്യാകരൺ, സാമാജിക് ജ്ഞാൻ നിർമ്മിതിവാദ്, ബഹുമുഖി ബുദ്ധി सिद्धांत, प्रोक्तिपरक शिक्षण शास्त्र, कथानक का महत्व, आख्यान एक शैक्षणिक उपकरण के रूप में, समेकित दक्षता, अर्थग्रहण कैसे सुनिश्चित करें, संशोधन प्रक्रिया स्वनिर्धारण, अन्य भाषा की कक्षा में मातृभाषा की भूमिका, वाचन, लेखा, चित्रीय वाचन और लेखन, जैविक वाचन, जैविक लेखन, अध्येता और पाठ्य सामग्री गतिविधि का संबंध, भाषार्जन और भाषा के बारे में अध्ययन, शैक्षणिक उपकरण, विश्लेषणात्मक प्रश्न, आंकन और मूल्यांकन, भाषा शिक्षण की चुनौतियाँ, कक्षा वातावरण, शिक्षण सामग्रियाँ, तकनीकी का उपयोग, भाषाई कौशल, श्रवण, भाषण, वाचन, लेखन, आशय ग्रहण, सृजनात्मकता, विशेष मदद चाहने वाले छात्रों को अध्ययन, സംയോജിത അധ്യയൻ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഭാഷാ കാ ശിക്ഷൺ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് സാമാജിക് ജ്ഞാൻ നിർമ്മിതിവാദ്, ബഹുമുഖി ബുദ്ധി സിദ്ധാന്ത എന്നിവയാണ് പ്രധാനമായിട്ടും റിപ്പീറ്റായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കാം. ബഹുമുഖി ബുദ്ധി സിദ്ധാന്ത് കെ പ്രവർത്തക് കോൻ ഹെ? ഹവാർഡ് ഗാർഡനർ, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. ഇത്രയാണ് ഓപ്ഷനിലുള്ളത്. കറക്റ്റ് ആൻസർ ഹവാർഡ് ഗാർഡനർ ആണ്. ബഹുമുഖി ബുദ്ധി സിദ്ധാന്തിൻ്റെ പ്രവർത്തക് ഹവാർഡ് ഗാർഡനർ ആണ്. അതുപോലെ തന്നെ ശിക്ഷൺ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് വാചൻ, ലേഖ, ആങ്കൻ ഔർ മൂല്യാങ്കൻ തുടങ്ങിയവയും ഇമ്പോർട്ടൻ്റ് ആണ്. മൂല്യാങ്കനുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നോക്കാം. ഇൻമേം നിർമ്മാണാത്മക മൂല്യാങ്കൻ കോൻസാ ഹെ? ഓപ്ഷൻസിലുള്ളത് സ്വനിർധാരൺ ഓർ സ്വമൂല്യാങ്കൻ, വാർഷിക മൂല്യാങ്കൻ, കാര്യകാലാന്ത മൂല്യാങ്കൻ,
പ്രവേശ് പരീക്ഷ എന്നിവയാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാര്യകാലാന്ത മൂല്യാങ്കൻ എന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സതത് एवं സമഗ്ര മൂല്യാങ്കൻ के द्वारा कैसी जानकारी उपलब्ध कराई जाती है. ഓപ്ഷൻസിലുള്ളത് छात्रों की अकादमिक प्रगति की, छात्रों की मानसिक विकास की, छात्रों की सामाजिक क्षमताओं की, उपयुक्त सभी की. ശരിയായ ഉത്തരം ഉപയുക്ത സഭി കി എന്നുള്ളതാണ്. സതത് ഏവം സമഗ്ര മൂല്യാങ്കൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. അതിലൂടെ കുട്ടികളുടെ അക്കാദമിക് ആയിട്ടുള്ള ഒരു പുരോഗതി, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വികാസ്, സാമാജിക് ക്ഷമതകൾ, ഇതെല്ലാം തന്നെ അറിയുവാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ശിക്ഷൺ സാമഗ്രിയാം, അതുപോലെ തന്നെ ഭാഷായി കൗശൽ, ശ്രവൺ, ഭാഷൺ, വാചൻ, ലേഖൻ, LSRW എന്ന് നമ്മൾ പറയുന്ന ഭാഷായി കൗശലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. വിശേഷ് മദത് ചാഹനെ വാലെ ഛാത്രോം കോ അധ്യയൻ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് തുടങ്ങിയവയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം നോക്കാം. पैनल चर्चा किस भाषाई कौशल की वृद्धि करने में अधिक सहायक है. ऑप्शन ए लेखन कौशल की, ऑप्शन बी भाषण कौशल की, ऑप्शन सी वाचन कौशल की, ऑप्शन डी लेखन तथा वाचन की. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഭാഷൺ കൗശൽ കി എന്നുള്ളതാണ്. പാനൽ ചർച്ച ഭാഷൺ കൗശൽ വികസിപ്പിക്കുന്നതിന് കൂടുതൽ സഹായകമാണ്. മറ്റൊരു ചോദ്യം വിശേഷ മദത് ചാഹനെ വാലെ ഛാത്രോം കോ അധ്യയൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചോദ്യം ഇങ്ങനെയാണ്, शिक्षक दृष्टिबाधित छात्र को किस प्रकार की सामग्रियों द्वारा मदद कर सकते हैं. ऑप्शन ए मुद्रित पाठों के द्वारा, ऑप्शन बी चित्रों के द्वारा, ऑप्शन सी श्रव्य पाठों के द्वारा, ऑप्शन डी डिजिटल स्लाइड द्वारा. ശരിയായ ഉത്തരം ശ്രവ്യ പാഠവും കെ ദ്വാര എന്നുള്ളതാണ്. കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ കേൾവിക്ക് പ്രാധാന്യമുള്ള പഠന സാധ്യതകൾ ഉപയോഗിച്ച് അധ്യാപകന് സഹായിക്കാനാവും. അടുത്തൊരു ടോപ്പിക്കാണ് ഹിന്ദി ഭാഷ ഔർ ലിപി. ഇതിൽ ഹിന്ദിക്ക് പ്രമുഖ ബോലിയ, ബ്രജ്, അവധി, ഖടി ബോലി എന്നിവയെപ്പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവനാഗരി ലിപിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കും ഈ ഒരു ഹിന്ദി ഭാഷ ഔർ ലിപി എന്ന ടോപ്പിക്കിനുള്ളിലാണ് വരുന്നത്. ഇനി ഹിന്ദി സാഹിത്യക ഇതിഹാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് വീർഗാഥ കാൽ. അതിൽ ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് റാസോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വർഷങ്ങളിലായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭക്തികാൽ, അതിൽ നിർഗുൺ കാവ്യധാരയിൽ കബീർദാസ്, സഗുൺ കാവ്യധാരയിൽ സൂർദാസ് ഔർ തുളസിദാസ് की പ്രമുഖ രചനയെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ രീതികാലിൽ ബിഹാരിലാലിനെ കുറിച്ചും പഠിക്കണം. അപ്പോൾ ഇതിൽ ഹിന്ദിക്ക് പ്രമുഖ ബോലിയ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ഖടി ബോലി കാ ദൂസര നാം ഹെ. കനൗജി, ബഖേലി, കൗരവി, മഗഹി എന്നിവയായിരുന്നു ഓപ്ഷൻസ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൗരവി എന്നുള്ളതാണ്. ഖടി ബോലിയുടെ ദൂസര നാം മറ്റൊരു പേരാണ് കൗരവി. അതുപോലെ തന്നെ ഹിന്ദി സാഹിത്യക ഇതിഹാസമായിട്ട് ബന്ധപ്പെട്ട് രീതികാലിലെ കവിയായ ബിഹാരിയെക്കുറിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. ബിഹാരി കിസ് കോട്ടി കെ കവി ഹെ. രീതിബദ്ധ്, രീതിമുക്ത്, രീതിസിദ്ധ്, ഇൻമേം സെ കോയി നഹി. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം രീതിസിദ്ധ് എന്നുള്ളതാണ്. ബിഹാരി എന്ന കവി രീതിസിദ്ധ് കവിയാണ്. അടുത്തതായിട്ട് ദ്വിവേദി യുഗവുമായിട്ട് ബന്ധപ്പെട്ട് അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനയായ പ്രിയപ്രവാസിനെ പറ്റി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മൈഥിലി ശരൺ ഗുപ്തൻ്റെ പഞ്ചവടി എന്ന രചനയും ദ്വിവേദി യുഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഛായാവാദി യുഗവുമായിട്ട് ബന്ധപ്പെട്ട് ജയശങ്കർ പ്രസാദിൻ്റെ ആൻസു, സുമിത്രാനന്ദൻ പന്തിൻ്റെ പ്രഥം രശ്മി, സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ ജുഹി കി കലി, മഹാദേവി വർമ്മയുടെ മേരെ ദീപക് എന്നീ രചനകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഛായാവാദിക്ക് ചാർ സ്തംഭ് എന്നറിയപ്പെടുന്ന 4 കവികളുടെയും രചനകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും നിരാലയുടെ ജുഹി കി കലി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഛായാവാദിന് ശേഷം പ്രഗതിവാദവുമായിട്ട് ബന്ധപ്പെട്ട് നാഗാർജുൻ്റെ കാളിദാസ് എന്ന രചന ഇമ്പോർട്ടൻ്റ് ആണ്.
നാഗാർജുനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വാസ്തവിക് നാമൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. വൈദ്യനാഥ് മിശ്ര എന്നാണ് നാഗാർജുൻ്റെ അസലി നാം. ദ്വിവേദിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഇങ്ങനെയാണ്: പഞ്ചവടി കെ രചനാകാർ കോൻ ഹെ? ഓപ്ഷൻ എ ജയശങ്കർ പ്രസാദ്, ഓപ്ഷൻ ബി സൂര്യകാന്ത് ത്രിപാഠി നിരാല, ഓപ്ഷൻ സി സുമിത്രാനന്ദൻ പന്ത്, ഓപ്ഷൻ ഡി മൈഥിലി ശരൺഗുപ്ത്. ശരിയായ ഉത്തരം മൈഥിലി ശരൺഗുപ്ത്. പഞ്ചവടി എന്ന രചനയുടെ രചനാകാരൻ മൈഥിലി ശരൺഗുപ്താണ്. അടുത്ത ടോപ്പിക്ക് പ്രയോഗവാദമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രയോഗവാദമായിട്ട് ബന്ധപ്പെട്ട് അഗ്യേയിൻ്റെ നദി കെ ദ്വീപ് വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സമകാലീൻ കവിത, അതിൽ കുമാർ അംബുജിൻ്റെ ഏക് ആദ്മി ജംഗൽ മേം, നാടകിൽ ജയശങ്കർ പ്രസാദിൻ്റെ സ്കന്ദഗുപ്ത്, മോഹൻ രാകേഷിൻ്റെ ആഷാഢ് കാ ഏക് ദിൻ, ഉപന്യാസിൽ പ്രേംചന്ദിൻ്റെ നിർമ്മല, മനു ഭണ്ഡാരിയുടെ ആപ്കാ ബണ്ടി, കഹാനിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രേംചന്ദിൻ്റെ പൂസ്കി രാത്, യശ്പാലിൻ്റെ ദുഃഖ്, ഉഷാ പ്രിയമതയുടെ വാപ്പസി എന്നീ രചനകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു രചനകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം കാണാറുള്ളതുമാണ്. ഇനി ഈ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം: പ്രയോഗവാദ സെ സംബന്ധിത് താർ സപ്തക് കാ പ്രകാശൻ കബ് ഹുവ? ഓപ്ഷൻസിലുള്ളത് 1914, 1943, 1949, 1953. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1943 ആണ്. പ്രയോഗവാദമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ താർ സപ്തകിൻ്റെ പ്രകാശൻ വർഷം എന്ന് പറയുന്നത് 1943 ആണ്. അതുപോലെ തന്നെ അഗ്യേയിൻ്റെ നദി കെ ദ്വീപ് എന്ന രചനയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: നദി കെ ദ്വീപ് കവിത മേ മൂൽ രൂപ് സെ അഭിവ്യക്ത ദൃഷ്ടികോൺ ക്യാ ഹെ? ഓപ്ഷൻ എ ഹാലാവാദി, ഓപ്ഷൻ ബി അസ്തിത്വവാദി, ഓപ്ഷൻ സി ഛായാവാദി, ഓപ്ഷൻ ഡി ഇൻമേം സെ കോയി നഹീം. കറക്റ്റ് ആൻസർ അസ്തിത്വവാദി എന്നുള്ളതാണ്. നദി കെ ദ്വീപ് എന്ന കവിത അസ്തിത്വവാദിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കവിതയാണ്. അടുത്ത ചോദ്യം: കുമാർ അംബുജ് കെ നാം സെ പ്രസിദ്ധ സാഹിത്യകാർ കാ അസലി നാം ക്യാ ഹെ? ഓപ്ഷൻ എ നരേഷ് കുമാർ സക്സേന, ഓപ്ഷൻ ബി പുരുഷോത്തമ കുമാർ സക്സേന, ഓപ്ഷൻ സി മഹേഷ് കുമാർ സക്സേന, ഓപ്ഷൻ ഡി നരോത്തമ കുമാർ സക്സേന. കറക്റ്റ് ആൻസർ പുരുഷോത്തമ കുമാർ സക്സേന എന്നുള്ളതാണ്. കുമാർ അംബുജ എന്ന പേരിൽ പ്രസിദ്ധനായ സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് പുരുഷോത്തമ കുമാർ സക്സേന എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ജയശങ്കർ പ്രസാദിൻ്റെ നാടകമായ സ്കന്ദഗുപ്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻമേം സെ കോൻസാ പാത്ര ജയശങ്കർ പ്രസാദ് കെ നാടക സ്കന്ദഗുപ്ത് കാ നഹീം ഹെ? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ജയശങ്കർ പ്രസാദിൻ്റെ നാടകമായ സ്കന്ദഗുപ്തിലെ ക്യാരക്ടർ അല്ലാത്തത് ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷനിലുള്ളത് കുമാർ ഗുപ്ത്, ഗോവിന്ദഗുപ്ത്, മാതൃഗുപ്ത്, വിഷ്ണുഗുപ്ത് എന്നിവരാണ്. ശരിയായ ഉത്തരം വിഷ്ണുഗുപ്താണ്. കുമാർഗുപ്തും ഗോവിന്ദഗുപ്തും മാതൃഗുപ്തും ജയശങ്കർ പ്രസാദിൻ്റെ നാടകമായ സ്കന്ദഗുപ്തിലെ ക്യാരക്ടേഴ്സാണ്. അടുത്ത ചോദ്യം മോഹൻ രാകേഷിൻ്റെ ആഷാഢ് കാ ഏക് ദിൻ എന്ന നാടകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഷാഢ് കാ ഏക് ദിൻ നാടക കെ പാത്ര കോൻ ഹെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിലുള്ളത് കുമാർ ഗുപ്ത് ഔർ ദേവകി, ചന്ദ്രഗുപ്ത് ഔർ മാളവിക, ചന്ദ്രഗുപ്ത് ഔർ മന്ദാകിനി, കാളിദാസ് ഔർ മല്ലിക. ശരിയായ ഉത്തരം കാളിദാസ് ഔർ മല്ലിക എന്നുള്ളതാണ്. നമുക്കറിയാം ആഷാഢ് കാ ഏക് ദിൻ എന്ന നാടകം മോഹൻ രാകേഷിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ 1958 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു നാടകത്തിന് ഹിന്ദി നാടക കെ ആധുനിക് യുഗ് കാ പ്രഥം നാടക് എന്നൊരു വിശേഷത കൂടിയുണ്ട്. ഈ ഒരു രചനയിൽ മല്ലിക അതുപോലെ തന്നെ കാളിദാസ് ഇവരുടെ രണ്ടുപേരുടെയും പ്രേം വർണ്ണനയാണ് ചെയ്തിട്ടുള്ളത്. സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുള്ള ഈ ഒരു നാടകത്തിൽ ധാരാളം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അംബിക, മല്ലിക, കാളിദാസ്, ദന്തുൽ, മാതുൽ എന്നിവരൊക്കെയും ആഷാഢ് കാ ഏക് ദിൻ എന്ന നാടകത്തിലെ ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ കാളിദാസ് ഔർ മല്ലിക എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: ബാബു തോത്താറാം പ്രേംചന്ദ് കെ കിസ് ഉപന്യാസ് കാ പാത്ര ഹെ? ബാബു തോത്താറാം പ്രേംചന്ദിൻ്റെ ഏത് ഉപന്യാസ് അഥവാ നോവലിലെ ക്യാരക്ടറാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷനിലുള്ളത് ഗോദാൻ, ഗബൻ, നിർമ്മല, കായാകൽപ്പ് എന്നിവയാണ്. ശരിയായ ഉത്തരം നമുക്കറിയാം നിർമ്മല എന്ന പ്രേംചന്ദിൻ്റെ നോവലിലെ ക്യാരക്ടറാണ് ബാബു തോത്താറാം. അൻമേൽ വിവാഹ്, ദഹേജ് പ്രഥ,
ഭാരതീയ മഹിളാവോം കി വിവശത ഔർ ഉത്പീഡൻ തുടങ്ങിയ വിഷയങ്ങളെ ആധാരമാക്കി 1927 പ്രേംചന്ദ് രചിച്ച ഒരു ഉപന്യാസാണ് നിർമ്മല. ഇതിലെ പ്രധാന കഥാപാത്രമാണ് നിർമ്മല എന്ന നാരി പാത്ര. നിർമ്മലയുടെ ഭർത്താവായ 40 വയസ്സ് പ്രായമുള്ള ഒരു വക്കീലായിട്ടാണ് തോത്താറാം എന്ന ക്യാരക്ടർ ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് നിർമ്മല എന്നത്. ബാബു തോത്താറാം പ്രേംചന്ദിൻ്റെ നിർമ്മല എന്ന ഉപന്യാസത്തിലെ കഥാപാത്രമാണ്. അടുത്ത ചോദ്യം, ആപ്കാ ബണ്ടി ഉപന്യാസ് മേം ബണ്ടി കി മാം ശകുൻ കോൻ ഹെ? बाल मनोविज्ञान पर आधारित मन्नू भंडारी की एक बहुचर्चित और कालजयी उपन्यास है आपका बंडी. 1971 ഈ രചനയുടെ പ്രകാശൻ. ബണ്ടി എന്ന ക്യാരക്ടർ ഇതിലെ മുഖ്യ ബാൽ പാത്രമാണ്. പാരിവാരിക് വിഘടനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു ഉപന്യാസിൽ ബണ്ടി എന്ന കഥാപാത്രത്തിൻ്റെ മാതാവായിട്ടാണ് ശകുൻ എന്ന ക്യാരക്ടർ വരുന്നത്. ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ, പ്രിൻസിപ്പൽ, വക്കീൽ, പത്രകാർ എന്നിങ്ങനെയാണ്. അതായത് ആപ്കാ ബണ്ടി എന്ന ഉപന്യാസത്തിൽ ബണ്ടി എന്ന ക്യാരക്ടറിൻ്റെ അമ്മയായ ശകുൻ ഈ പറഞ്ഞവയിൽ ആരാണ്? കറക്റ്റായിട്ടുള്ള ഉത്തരം പ്രിൻസിപ്പൽ എന്നതാണ്. ഒരു കോളേജ് പ്രിൻസിപ്പലാണ് ബണ്ടിയുടെ മാതാവായ ശകുൻ. അടുത്ത ചോദ്യം, പൂസ് കി രാത് കഹാനി കാ മുഖ്യ വിഷയ ക്യാ ഹെ? പ്രേംചന്ദിൻ്റെ കഥയായ പൂസ് കി രാത് എന്ന കഥയിലെ മുഖ്യ വിഷയം എന്താണ്? ഓപ്ഷൻസിലുള്ളത് ഗരീബ് കിസാൻ കി വ്യഥ, സാമാജിക് കുരീതിയാം, അൻമേൽ വിവാഹ്, ദഹേജ് പ്രഥ എന്നിവയാണ്. ശരിയായ ഉത്തരം ഗരീബ് കിസാൻ കി വ്യഥ എന്നുള്ളതാണ്. പ്രേംചന്ദിൻ്റെ കഹാനിയായ പൂസ് കി രാത്തിലെ മുഖ്യ വിഷയമാണ് ഗരീബ് കിസാൻ കി വ്യഥ. അടുത്ത ചോദ്യം, യശ്പാൽ കി കഹാനി കോൻസി ഹെ? താഴെ പറയുന്നവയിൽ യശ്പാലിൻ്റെ കഥ ഏതാണ്? ഓപ്ഷൻസിലുള്ളത് കഫൻ, തീസരി കസം, ദുഃഖ്, കുത്തേ കി മൗത്ത് എന്നിവയാണ്. ശരിയായ ഉത്തരം ദുഃഖ് എന്നതാണ്. യശ്പാലിൻ്റെ കഥയാണ് ദുഃഖ്. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, യശ്പാലിൻ്റെ ദുഃഖ് എന്ന കഥയിലെ പ്രധാന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അതിൻ്റെ ശരിയായ ഉത്തരം ദിലീപ് ഔർ ഹേമ എന്നതാണ്. ദിലീപും ഹേമയുമാണ് യശ്പാലിൻ്റെ ദുഃഖ് എന്ന കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക്ക് രേഖാചിത്രാണ്. ഇതിൽ മഹാദേവി വർമ്മയുടെ ഗില്ലു എന്ന രചനയാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ആത്മകഥ എന്ന ടോപ്പിക്കിൽ ഹരിവംശറായ് ബച്ചൻ്റെ ആത്മകഥയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രയോജൻമൂലക് ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രഭാഷ ഔർ രാജഭാഷ, പാരിഭാഷിക് ശബ്ദാവലി എന്നീ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിട്ടുണ്ടാവണം. ഈ ചോദ്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ചോദിച്ചു കാണാറുള്ളതാണ്. ഏതൊക്കെ ചോദ്യങ്ങളാണ് അങ്ങനെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. മഹാദേവി വർമ്മയുടെ ഗില്ലു എന്ന രചനയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കാം. മഹാദേവി വർമ്മ കി ഗില്ലു കോ കോൻ സി ലത സബ്സെ പ്രിയ ധി? മഹാദേവി വർമ്മയുടെ ഒരു രേഖാചിത്രാണ് ഗില്ലു എന്നത്. ഇതിൽ ഗില്ലു എന്നത് ഒരു ഗിൽഹരി അഥവാ ഒരു അണ്ണാൻ കുഞ്ഞാണ്. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇല എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷനിലുള്ളത് സോൻജുഹി കി ലത, അങ്കൂർ കി ലത, ബസന്തമാലതി കി ലത, ചമേലി കി ലത എന്നിവയാണ്. ശരിയായ ഉത്തരം സോൻജുഹി കി ലത എന്നതാണ്. അടുത്തത് ഹരിവംശറായ് ബച്ചൻ്റെ ആത്മകഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ക്യാ ഭൂലും ക്യാ യാദ് കരും എന്നതാണ് ആത്മകഥയുടെ പേര്. ചോദ്യം ഇങ്ങനെയാണ്, ക്യാ ഭൂലും ക്യാ യാദ് കരും കിസ്കി ആത്മകഥ ഹെ? ക്യാ ഭൂലും ക്യാ യാദ് കരും എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷനിൽ ഓം പ്രകാശ് വാൽമീകി, അമൃത പ്രീതം, ഹരിവംശറായ് ബച്ചൻ, ഡോക്ടർ കർണ സിംഹ് എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ ഉത്തരം ഹരിവംശറായ് ബച്ചൻ. അടുത്തതായിട്ട് രാഷ്ട്രഭാഷ ഔർ രാജഭാഷ. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അനുച്ഛേദിനെ പറ്റിയൊക്കെ ധാരാളം ചോദ്യങ്ങൾ കാണാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജഭാഷ ഹിന്ദി സെ സംബന്ധിത അനുച്ഛേദ് ഹെ? ഓപ്ഷൻ എ 345, ഓപ്ഷൻ ബി 344, ഓപ്ഷൻ സി 346, ഓപ്ഷൻ ഡി 343. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആയ 343 ആണ്. രാജഭാഷ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദാണ് 343. അതുപോലെ തന്നെ ധാരാളം പാരിഭാഷിക് ശബ്ദാവലികളും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഒരു ചോദ്യം ഇങ്ങനെയാണ്, സർട്ടിഫിക്കറ്റ് കാ ഹിന്ദി ശബ്ദ്? ഓപ്ഷൻ എ പരിപത്ര, ഓപ്ഷൻ ബി പ്രപത്ര, ഓപ്ഷൻ സി പ്രമാൺ പത്ര, ഓപ്ഷൻ ഡി പ്രമാണിത് പ്രതി. ശരിയായ ഉത്തരം
പ്രമാൺ പത്ര എന്നതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ ഹിന്ദി ശബ്ദമാണ് പ്രമാൺ പത്ര. അതുപോലെ തന്നെ ഇക്കണോമിക്സ്, സൂപ്പർവൈസർ, ട്രാൻസ്ലേറ്റർ തുടങ്ങിയവയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇക്കണോമിക്സിന് അർത്ഥശാസ്ത്രം എന്ന് പറയും, സൂപ്പർവൈസർ പര്യവേക്ഷകർ, ട്രാൻസ്ലേറ്റർ അനുവാദകർ. അപ്പോൾ പാരിഭാഷിക് ശബ്ദാവലികൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് ഹിന്ദി വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. അതിൽ വർണ്ണവിചാർ, സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ, കാരക്, ഉപസർഗ്, പ്രത്യയ, വാച്യ എന്നീ ടോപ്പിക്കുകളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിരന്തരമായിട്ട് ചോദിക്കാറുള്ള ടോപ്പിക്കുകളാണ് സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ, കാരക് തുടങ്ങിയവ. അതുപോലെ തന്നെ മുഹാവരകളും ലോകോക്തികളും ചോദ്യപേപ്പറുകളിൽ കാണാറുള്ളതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1-2 ചോദ്യങ്ങൾ നോക്കാം. വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇങ്ങനെയാണ്: വിശേഷൺ ശബ്ദ ചുൻകർ ലിഖേ, സ്കൂൾ കെ ബഗീച്ചെ മേം സുന്ദർ ഫൂൽ ഹേ. സ്കൂൾ കെ ബഗീച്ചെ മേം സുന്ദർ ഫൂൽ ഹേ എന്നുള്ള ആ ഒരു വാക്യത്തിൽ ഏതാണ് വിശേഷൺ ശബ്ദ എന്നതാണ് ചോദ്യം. സ്കൂളാണോ, ബഗീച്ചയാണോ, സുന്ദറാണോ, ഫൂലാണോ? അപ്പോൾ നമുക്കറിയാം ശരിയായ ഉത്തരം വിശേഷൺ ശബ്ദം എന്ന് പറയുന്നത് സുന്ദർ എന്നതാണ്. സ്കൂളിലെ പൂന്തോട്ടത്തിൽ സുന്ദരമായ പൂക്കളുണ്ട്. പൂക്കളുടെ വിശേഷണമാണ് സുന്ദർ എന്ന ശബ്ദം. അപ്പോൾ ശരിയായ ഉത്തരം സുന്ദർ എന്ന പദമാണ്. അടുത്തത് കാരകമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. രാം നെ ബാലക കോ മാര, വാക്യമേം രേഖാങ്കിത് അംശ കിസ് കാരക സംബന്ധ കാ സൂചക ഹേ? ഓപ്ഷൻ എ കർത്ത, ഓപ്ഷൻ ബി കർമ്മ, ഓപ്ഷൻ സി സമ്പ്രദാൻ, ഓപ്ഷൻ ഡി സംബന്ധ്. ശരിയായ ഉത്തരം കർമ്മ എന്നതാണ്. നമുക്കറിയാം കോ എന്ന കാരക ചിഹ്നം കർമ്മകാരകാണ്. കാരകമായിട്ട് ബന്ധപ്പെട്ട് കാരക ചിഹ്നങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര കാരക ചിഹ്നങ്ങളാണുള്ളത്? നമുക്കറിയാം അതിൻ്റെ ശരിയായ ഉത്തരം 8 ആണ്. 8 കാരകങ്ങളാണ് ഉള്ളത്. കർത്താകാരക്, കർമ്മകാരക്, കരൺ കാരക്, സമ്പ്രദാൻ കാരക്, അപാദാൻ കാരക്, സംബന്ധ കാരക്, അധികരൺ കാരക്, സംബോധൻ കാരക് എന്നിവയാണുള്ളത്. അതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളും ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കർമ്മകാരകിൻ്റെ വിഭക്തി ചിഹ്നമാണ് കോ. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കർമ്മകാരക് എന്നതാണ്. അടുത്തതായിട്ട് മുഹാവരെ ഏവം ലോകോക്തിയം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആംഖേം ലാൽ ഹോ ജാന മുഹാവരെ കാ അർത്ഥ് ഹേ. ആംഖേം ലാൽ ഹോ ജാന എന്ന മുഹാവരയുടെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസിലുള്ളത് ശുരു ഹോ ജാന, ക്രോധിത് ഹോ ജാന, ലജ്ജിത് ഹോ ജാന, ഡർ ജാന എന്നിവയാണ്. ശരിയായ ഉത്തരം ക്രോധിത് ഹോ ജാന എന്നതാണ്. ആംഖേം ലാൽ ഹോ ജാന എന്ന മുഹാവരയുടെ അർത്ഥം ക്രോധിത് ഹോ ജാന എന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള മുഹാവരികളും ലോകോക്തികളും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഒഴിവാക്കാതെ ഇവ കൂടി നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കാൻ. അടുത്ത ചോദ്യം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: കേരൾ की 10वीं कक्षा की हिंदी पाठ्यपुस्तक में संग्रहित मोहन रागेश की रचना दिशाहीन दिशा कौन सी विधा है? ഓപ്ഷൻസിലുള്ളത് നാടക്, കഹാനി, ജീവനി, യാത്രാവൃത്ത് എന്നിവയാണ്. ചോദ്യത്തിൽ നമുക്കറിയാം നമ്മുടെ സിലബസിലുള്ളതാണ് മോഹൻ രാഗേഷ് എന്ന ലേഖക്. അദ്ദേഹത്തിൻ്റെ രചനകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മോഹൻ രാഗേഷിൻ്റെ രചനയായ ദിശാഹീൻ ദിശ ഏത് വിധയാണ് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിൽ ഉള്ള മോഹൻ രാഗേഷിൻ്റെ ദിശാഹീൻ ദിശ എന്ന രചന ഏത് വിധയാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അത് യാത്രാവൃത്താണ്. മോഹൻ രാഗേഷിൻ്റെ ദിശാഹീൻ ദിശ എന്ന രചന യാത്രാവൃത്താണ്. സിലബസിന് പുറത്തുനിന്ന് വന്ന മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: आपको अपने दैनिक आयोजन के अनुसार पाठ्य वस्तु के स्लाइड तैयार करने की ज़रूरत है. इसके लिए आप कौन सा सॉफ्टवेयर इस्तेमाल करेंगे? ऑप्शन ए लिबर ऑफिस राइटर, ऑप्शन बी लिबर ऑफिस काल्क, ऑप्शन सी लिबर ऑफिस इम्प्रेस, ഓപ്ഷൻ ഡി ലിബർ ഓഫീസ് ഒഡാസിറ്റി. ശരിയായ ഉത്തരം ലിബർ ഓഫീസ് ഇംപ്രസ് ആണ്. സ്ലൈഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേട്ടിട്ട് പഠനം എവിടെ നിന്നും തുടങ്ങണം, എങ്ങനെ ഏതെല്ലാം ടോപ്പിക്കുകൾ പഠിക്കണം എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും.
കൃത്യമായിട്ടുള്ളൊരു പഠന രീതിയിലൂടെ ഇനി വരുന്ന 3 മാസങ്ങൾ കൊണ്ട് സിലബസ് ഫുൾ കവർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓരോ യൂണിറ്റിലെയും ഇമ്പോർട്ടൻ്റ് ഏരിയാസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു പഠനമായിരിക്കണം നിങ്ങൾക്കുണ്ടാവേണ്ടത്. ഇമ്പോർട്ടൻ്റ് ഏരിയാസ് പഠിക്കുന്നതിനൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി നോക്കി പോവുക. അപ്പോൾ വരുന്ന കേട്ടറ്റ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ വിജയാശംസകൾ.